ലോകത്തിലുള്ള ഏത് നാഗവും അത് പാൽക്കടലിൽ പള്ളികൊണ്ട ഭഗവാൻ ശ്രീനാരായണന്റെ മെത്തയായ ആദിശേഷനായാൽ പോലും എൻ്റെ ഒരു വിരൽഞ്ഞൊടിക്ക് വശത്താക്കും വിധത്തിൽ ശക്തി നിറഞ്ഞവനാണ് ഞാൻ. ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? ഈ വാക്കുകൾ പറഞ്ഞ ഇദ്ദേഹം മനുഷ്യനായി നടക്കുന്നു. എന്നാൽ വെറും ഒരു മനുഷ്യൻ മാത്രമല്ല, അഷ്ടസിദ്ധികൾ കൈവരിച്ച കുണ്ടലിനി ശക്തിയെ ഉണർത്തി സർവജ്ഞാനവും സ്വന്തമാക്കിയ സിദ്ധൻ, പാമ്പാട്ടി സിദ്ധൻ. ആരാണ് അദ്ദേഹം? പണ്ട് മരുതമലയുടെ അടിവാരത്തിൽ ഒരു ഗോത്രവർഗം താമസിച്ചിരുന്നു. ആ ഗോത്രവർഗത്തിൽ നാഗൻ എന്നു പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. സ്വന്തം പേരിനോട് പൂർണ്ണമായും നീതി പുലർത്തും വിധത്തിൽ ആയിരുന്നു നാഗന്റെ പ്രവൃത്തികൾ. ചെറുപ്പത്തിൽ മുതലേ എപ്പോഴും നാഗങ്ങളെ പിടിക്കുക, അവയുടെ കൂടെ സമയം ചിലവഴിക്കുക ഒക്കെയായിരുന്നു നാഗന്റെ വിനോദം. എത്ര ചെറിയതും വലിയതുമായ പാമ്പുകളെ വളരെ എളുപ്പത്തിൽ നാഗൻ കൈകാര്യം ചെയ്യുമായിരുന്നു. ഈ പ്രവൃത്തികൾ എത്ര വളർന്നിട്ടും നാഗൻ നിർത്തിയില്ല. എന്നാൽ ഒരിക്കൽ പോലും ഒരു തരത്തിലും നാഗങ്ങളെ കൊണ്ട് യാതൊരു അപകടവും നാഗന് വന്നിട്ടില്ല. വലുതായപ്പോഴേക്കും പാമ്പുകളെപ്പറ്റി ആഴ്ന്ന ജ്ഞാനം നാഗന് സ്വന്തമായി. അതായത് പാമ്പുകളുടെ തരംതിരിവുകൾ, അവയുടെ ഭക്ഷണക്രമങ്ങൾ, ഓരോ പാമ്പിനും വസിക്കുവാൻ ഇണങ്ങിയ സാഹചര്യങ്ങൾ, അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ. താൻ സ്വരൂപിച്ച അറിവുകളെ ഉപയോഗിച്ച് തൻ്റെ നാട്ടിൽ നാഗൻ വലിയൊരു വിഷവൈദ്യശാല ആരംഭിച്ചു. പാമ്പുകടിയേറ്റു വരുന്ന ആളുകളെ നാഗൻ വളരെ വേഗത്തിൽ സുഖപ്പെടുത്തി. പുറംനാട്ടിലും വരെ നാഗന്റെ കീർത്തി പരന്നു. എത്ര വലിയ നാഗം ദംശിച്ചാലും നാഗന്റെ അരികിൽ എത്തിയാൽ ഉറപ്പായും രക്ഷപ്പെടും എന്നായി. അതുകൊണ്ട് തന്നെ വിഷവൈദ്യന്മാരും വരെ നാഗന്റെ കയ്യിൽ നിന്നും ഔഷധം വാങ്ങുക പതിവായി. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു നാൾ ഒരു വൈദ്യൻ നാഗന്റെ അരികിൽ വരുന്നത്. വന്ന കാര്യം നിറവേറ്റി പോകുവാൻ നേരം വൈദ്യൻ ചോദിച്ചു, എനിക്ക് താങ്കളോട് ഒരു കാര്യം ചോദിക്കുവാനുണ്ട്. താങ്കൾ എന്നെങ്കിലും നാഗമാണിക്യം കണ്ടിട്ടുണ്ടോ? നാഗൻ ആദ്യമായാണ് അത്തരം ഒരു കാര്യം കേൾക്കുന്നത്. അതിനാൽ തന്നെ ഒന്നും മിണ്ടിയില്ല. അയാൾ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചു. വൈദ്യൻ തുടർന്നു, ആയിരക്കണക്കിന് വർഷങ്ങളായി വിഷത്തെ വെളിയിൽ കളയാതെ ഒരു വലിയ മരത്തിന്റെ പൊത്തിൽ ഒരു നാഗം വസിക്കുന്നുണ്ട്. കഠിനമായ യോഗനിലയിൽ ആണ് ആ നാഗം അവിടെ വസിക്കുന്നത്. ആ നാഗം വെളിയിൽ വരുന്നത് അമാവാസി ദിനങ്ങളിൽ മാത്രമാണ്. അന്നേ ദിവസം വെളിയിൽ വരുന്ന നാഗം തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നാഗമാണിക്യത്തെ വെളിയിലേക്ക് തുപ്പും. ആ സമയം അവിടമാകെ പ്രകാശം പരക്കും. ഈ വെളിച്ചം കണ്ട് അങ്ങോട്ടേക്ക് ആകർഷിച്ചു വരുന്ന തൻ്റെ ഇരകളെ ഭക്ഷിച്ച ശേഷം നാഗമാണിക്യം വിഴുങ്ങി വീണ്ടും മരത്തിലേക്ക് തിരിച്ചു പോകും. ഇതിൽ വലിയൊരു ആശ്ചര്യം എന്താണ് എന്നാൽ, ആ നാഗമാണിക്യം കയ്യിൽ ഉണ്ട് എങ്കിൽ എത്ര വലിയ വിഷത്തെയും രോഗങ്ങളെയും എളുപ്പത്തിൽ പൂർണ്ണമായും ഭേദമാക്കുവാൻ സാധിക്കും. വൈദ്യന്റെ വാക്കുകൾ ശ്രവിച്ച നാഗന്റെ ഉറക്കം നഷ്ടമായി. ഏതു വലിയ രോഗവും ഭേദമാക്കാൻ സാധിക്കുമെങ്കിൽ അത് വെച്ച് എത്ര മനുഷ്യരെ രക്ഷിക്കുവാൻ സാധിക്കും? അതായിരുന്നു നാഗന്റെ ചിന്ത. അവസാനം നാഗൻ ആ തീരുമാനം എടുക്കുന്നു, എങ്ങനെയും നാഗമാണിക്യം കണ്ടെത്തണം. അങ്ങനെ അനേക മാസങ്ങൾ പല കാടുകളും വനങ്ങളും അലഞ്ഞു തിരിഞ്ഞ് ഒരു വനത്തിൽ നാഗൻ എത്തിച്ചേരുന്നു. ആ കൊടും വനത്തിന്റെ നടുവിലായി ഭീമാകാരമായ ഒരു വൃക്ഷം നിൽക്കുന്നു. അതിന്റെ താഴെ ഭാഗത്തായി ഒരേ ഒരു പൊത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈദ്യൻ തന്നോട് പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ മരം തന്നെയാണ് 1000 വർഷങ്ങളായി തപത്തിലിരിക്കുന്ന ആ നാഗത്തിന്റെ വാസസ്ഥലം എന്ന് നാഗന് ഉറപ്പായി. നാഗൻ ആ വനത്തിൽ എത്തിയ ദിവസം കൃത്യമായി അമാവാസി ദിവസം തന്നെയായിരുന്നു. നാഗൻ രാത്രിയാകുവാൻ വേണ്ടി ഒരു മരത്തിന് പിന്നിലായി കാത്തിരുന്നു. സൂര്യൻ ചക്രവാള സീമയിൽ മറഞ്ഞു. രാത്രി അതിന്റെ ഉയർന്ന നിലയിൽ എത്തിയ സമയം ആ വലിയ മരത്തിന്റെ പൊത്തിൽ നിന്നും ഒരു നാഗം വെളിയിലേക്ക് വരുന്നു. അതിന്റെ വായിൽ നിന്നും എന്തോ ഒന്ന് തുപ്പി. നാഗനു അവന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. സൂര്യ വെളിച്ചത്തെക്കാളും കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള വെളിച്ചം ആ വസ്തുവിൽ നിന്നും പുറത്തു വന്നു. പ്രകാശത്തിന്റെ തീവ്രത കാരണം നാഗൻ കണ്ണുകൾ അടച്ചു. അപ്പോൾ ആരോ ചിരിക്കുന്ന ശബ്ദം കേട്ടു. കണ്ണുകൾ തുറന്ന നാഗന് അവിടെ ഉണ്ടായിരുന്ന പാമ്പിനെയോ നാഗമാണിക്യത്തെയോ കാണുവാൻ സാധിച്ചില്ല. അതിനു പകരം അവിടെ അപൂർവ തേജസ്സോടുകൂടിയ ഒരു സിദ്ധനെയാണ് കാണുവാൻ സാധിച്ചത്. അദ്ദേഹത്തെ കണ്ട നാഗന് അവൻ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള മാനസിക സുഖവും സന്തോഷവും ശാന്തിയും അനുഭവപ്പെട്ടു. അപ്പോൾ സിദ്ധൻ ചോദിച്ചു, എന്താ നാഗ, നീ നാഗമാണിക്യം കണ്ടോ? അപ്പോൾ നാഗൻ പറഞ്ഞു, കണ്ടു. നാഗമാണിക്യത്തെ കാക്കുന്ന അത്ഭുത നാഗത്തെ കണ്ടുവോ? അതിനെയും ഞാൻ കണ്ടു. അപ്പോൾ ആ സിദ്ധൻ ചോദിച്ചു, നീ നിന്റെ ഉള്ളിലുള്ള അത്ഭുത നാഗത്തെ ദർശിച്ചിട്ടുണ്ടോ? അത് കേട്ടതും നാഗന്റെ ശരീരത്തിൽ മൊത്തം എന്തോ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വികാരം പടർന്നു. നിന്റെ ഉള്ളിൽ ഉറങ്ങുന്ന ആ നാഗത്തിന്റെ പേരാണ് കുണ്ടലിനി. ആ നാഗത്തെ ഉറക്കത്തിൽ നിന്നും നീ ഉണർത്തിയാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും വിദ്യകളും നിനക്ക് കൈവരും. ഇന്നു മുതൽ നീ നാഗനല്ല, പാമ്പാട്ടി സിദ്ധനാണ്. ചെല്ലു മകനെ.